മുതിർന്നവർ ഇളയവരെ എല്ലാ രീതിയിലും സംരക്ഷിക്കണം. അവർക്ക് വഴികാട്ടികളാണ്. അങ്ങനെ മൂല്യങ്ങളെ തലമുറയിൽ നിന്നും തലമുറയിലേക്ക് കൈമാറും. കുട്ടികൾക്ക് മൂല്യങ്ങൾ ഇളം പ്രായത്തിൽ തന്നെ പകർന്നു നൽകുക എന്നത് ഏറ്റവും പ്രധാനമാണ്. എല്ലാവരും മൂല്യം ഉൾക്കൊണ്ട് വളർന്നാൽ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സഹകരണവും സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. കഴിക്കാൻ കുറച്ച് ഭക്ഷണമേ ഉള്ളുവെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ വീട് സ്വർഗമാണ്, അതില്ലെങ്കിൽ വീട് നരകമാണ്. എത്ര നിറയെ വെച്ചാലും കലഹമാണ്, അത് കഴിക്കാനും പറ്റത്തില്ല, ദുഃഖവും ഉണ്ടാകും. കുറച്ച് ഉണ്ടെങ്കിലും അത് വെച്ച് ശകലച്ച് കഴിച്ച് പച്ചവെള്ളവും കുടിച്ച് കളന്നാൽ ആ സ്നേഹത്തിൽ ഉള്ളതിൽ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. സ്കൂളിൽ എൻ്റെ ചെറുപ്രായത്തിൽ കുട്ടികൾ ഉച്ചയ്ക്ക് വിടുമ്പോൾ വീട്ടിൽ പോയി ഒന്നും കാണത്തില്ല. വീട്ടിൽ പോകാതെ ഇടട്ടുകയറി വരും. അപ്പം അമ്മ മാവുന്ന വീഴുന്ന മാങ്ങായും നെല്ലിക്കായും ഉപ്പും മുളകുമൊക്കെ പച്ചമുളകൊക്കെ വയ്ക്കും. സത്യം പറഞ്ഞാൽ അരത്തൊട്ട് വെള്ളം വരെ അതെടുത്ത് കഴിച്ചിട്ട് വിട്ടിട്ട് കുടിക്കുന്നതാണ്. ഞാൻ പോകുമ്പോൾ വരെയും നോക്കി നിൽക്കും. അപ്പം അങ്ങനെയും ജീവിച്ചു പോകുന്ന കുഞ്ഞുങ്ങളില്ലേ, അങ്ങനെയും കൊച്ചിൽ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എവിടെ മാങ്ങ കണ്ടാൽ പോയി കണ്ടാൽ പറക്കൊണ്ടിട്ട് കൊണ്ട് സൂക്ഷിച്ച് വെക്കും. അതായത് ഞാൻ ഉപ്പും പച്ചമുളകും ഇപ്പം കൊടുത്താൽ കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റും. ഒരു പക്ഷേ ഇതായിരിക്കും ഉള്ളത്, ചിലപ്പോൾ ഒരു നെല്ലിക്കായിരിക്കും ഉള്ളത്. ആ ഐക്യം ഉണ്ടെങ്കിൽ അതിനുപ്പും നിന്നെ വെള്ളം കുടിച്ചുണ്ടാക്കി കിടക്കും, സന്തോഷമായിട്ട് കിടക്കും, സ്നേഹം ഉണ്ടാക്കി. മറ്റേ സ്നേഹമില്ലെങ്കിൽ നിറയെ ഉണ്ടായാലും അഴകിട്ട് ഞാനൊന്നും വഴക്കിട്ട് ഒന്നും കഴിച്ചില്ല, വെച്ച് വന്ന് അതുപോലെ ഇരിക്കുക അമ്മേ, ഒന്നും ആരും കഴിച്ചില്ല, പണിക്ക് കിടക്കുകയായിരുന്നു. പല മക്കളും പറഞ്ഞു കേൾക്കാറുണ്ട്. ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും ഒക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നത് മൂല്യങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വളരുന്നവരാണെങ്കിൽ ദാമ്പത്യ ജീവിതം തന്നെ ആനന്ദകരമാകും. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ സാരമില്ല. എന്നാൽ കുട്ടികൾ പിണങ്ങുന്നുണ്ടല്ലോ, വീട്ടിൽ ദിവസവും വഴക്കിടും. പക്ഷെ അടുത്ത വർഷം പിള്ളേരെല്ലാം മറന്ന് സ്നേഹിക്കുന്നുണ്ട്. അവരാണോ വഴക്കിട്ടെന്ന് അറിയില്ല, സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ ആ സ്നേഹത്തിൽ കാണുന്നുണ്ട്. അന്നത്തെ കാലത്തുള്ളവർക്ക് ആ മൂല്യം കൊണ്ട് ജീവിച്ചവർക്ക് ആ വഴക്കം ഒരു മധുരമുള്ളതാക്കി അവർ മാറ്റും. അതൊരു മധുരത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അങ്ങനെയുള്ള കഴിഞ്ഞ കാലങ്ങൾ മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദാമ്പത്യ ജീവിതങ്ങൾ 98%, 99% ഒന്നല്ല, 99.4% പോയി. സ്നേഹത്തോടും ഐക്യോടും പറയ അടിമത്തമാണ് മറ്റുള്ള, പക്ഷെ അതൊന്നും അവർക്ക് തോന്നിയിരുന്നില്ല. അത്ര ആ വെയിലത്ത് കാറ്റുണ്ടെങ്കിൽ വെയിലിൻ്റെ കഠിനം അറിയില്ലല്ലോ. ആ മൂല്യമുള്ളത് കൊണ്ട് ഒരു വേദനയായിട്ട് തോന്നില്ല. അങ്ങനെ പോയി. മൂല്യമില്ലാത്തതുകൊണ്ട് ചെറിയ ഒരു വാക്ക് താങ്ങാൻ ശക്തിയില്ല, ക്ഷമിക്കാൻ ശക്തിയില്ല. ബന്ധങ്ങൾ പോവാണ്. സിമെൻറ്റിലാണ് കെട്ടുന്ന ഗോപുരം പോലായി. മൂല്യമില്ലാത്ത ജീവിതം സിമെൻറ്റിലാണ് കെട്ടുന്ന ഗോപുരം. ഒറ്റ കാറ്റ് വന്നാൽ മറിഞ്ഞു വീഴും.